ധനത്തിൻ്റെയും കരുണയുടെയും മാനസാന്തരത്തിൻ്റെയും മരണശേഷമുള്ളതായൊരു ആത്മീയമായ സത്യത്തെ ബോധിപ്പിക്കുവാൻ ഇതാ സർവശക്തൻ വീണ്ടും കഥ പറയുന്നു. ഒരു ഭവനത്തിൽ ആഡംബരത്തിൻ്റെ പ്രകാശത്തിൽ ജീവിച്ചൊരു ധനവാൻ, അതേ ഭവനത്തിൻ്റെ വാതിക്കൽ മുറിവുകളാൽ മൂടപ്പെട്ടതായ ഒരു ദരിദ്ര യുവാവ് ലാസർ. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നതായ ഒരു തുള്ളിയെങ്കിലും ലഭിക്കുമോ എന്ന പ്രതീക്ഷയിൽ നായ്ക്കൾ പോലും വന്ന് മുറിവുകൾ നക്കിയിട്ടും അവൻ ആഗ്രഹിച്ചതൊന്നും അവന് ലഭിക്കുന്നില്ല. ദുഃഖഭാരമുള്ളതായ ജീവിതത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അബ്രാഹാമിൻ്റെ ആശ്വാസത്തിൻ്റെ മടിയിലേക്ക് അവൻ ചെന്നെത്തുന്നു. അവനോടൊപ്പം മരിച്ച ധനവാനോ വേദനയുടെ വലിയ യാതനയിലേക്കും. ഈ കഥ നമ്മോട് പറഞ്ഞു വയ്ക്കുന്ന വലിയൊരു സത്യമുണ്ട്. സമ്പത്ത് മനുഷ്യനെ രക്ഷിക്കുന്നില്ല. കരുണയും മാനസാന്തരവുമാണ് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ഈ തപസ്സിൻ്റെ യാത്രയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതായ വചനങ്ങളുടെ ആ മന്ത്രസ്വരത്താൽ കരുണയുടെ വഴിയിൽ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ആ സർവശക്തനിലേക്ക് നമുക്കും യാത്രയാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.